ഡോർജിന്റെ ആറൊന്നും വിചാരിക്കാവാത്ത പറഞ്ഞ വെച്ച് വിട്ടാ മതി. 110 മരത്തിന്റെ ഇടയ്ക്ക് കൂടി എല്ലാം പോന്നണ്ട ഡോർജ്. ടോപ്പ് 3 ഡ്രിഫ്റ്റ് എന്നാണ് ഈ ഗെയിമിന്റെ പേര്. ഞാൻ മുടക്കാൻ ഈ വെയിറ്റ് ഫോർ എൻഡ്. കാർ പറക്കുന്നുണ്ടാ? കാർ പറന്ന് താഴെ എത്തിഞ്ഞു പോയി. കാറ് താഴെ എത്തിയിട്ട് എന്താ ചെയ്യണ്ടെന്ന് മനസ്സിലാവുന്നില്ല. പറക്കുന്നതാണ് കാറ്. ആകാശത്തെ കൂടി പറക്കും. ഇതാ താഴേക്ക് മുഖടിച്ചുകൊണ്ട് ഞെളിഞ്ഞു പോയി. അതാണ്, ഒന്നും പറയാനില്ല ഗൈസ്. പറക്ക് നോക്കിയ ഓരോരോ സാധനം അടിച്ചുകൊണ്ട് പോയി അടിക്കുമ്പോ ആണെങ്കിൽ സാധനം പിന്നെയും റിപ്പയർ ചെയ്യാന്ന് തോന്നും. പക്ഷെ റിപ്പയർ ചെയ്യണമെങ്കിൽ പരസ്യം കുറെ കാണണം. അതുകൊണ്ട് ഞാൻ റിപ്പയർ ചെയ്യലില്ല. ഈ കാർ തന്നെ കളിക്കും, അല്ലെങ്കിൽ പുതിയ കാറാണ്. പക്ഷെ ഈ കാറിന്റെ പവറിങ് വിചാരിക്കുന്നൊന്നുമല്ല. ഒന്ന് വെച്ച് വിട്ടാൽ മതി. 180 ഇപ്പൊ തന്നെ വന്ന സ്പീഡ് നോക്കിയേ. നമുക്ക് നെക്സ്റ്റ് മാപ്പ് എടുത്തിട്ട് നമുക്ക് എയർപോർട്ടിന് അങ്ങനത്തെ ഒരു സ്ഥലത്ത് എത്തല്. നെക്സ്റ്റ് കണ്ട നമുക്ക് ഡോഡ്ജ് എടുക്കാം. ഡോഡ്ജ് എടുക്കില്ല. അധികം സ്പീഡൊന്നും എടുക്കൂല. എന്തോ ഒരു വെലിഞ്ഞ് നിൽക്കുന്ന പോലെയാ തോന്നല്. നമുക്ക് ഡോഡ്ജിൻ്റെ റിവ്യൂ എടുക്കാം. ഈ സാധനം എടുക്കാം. ചെറിയൊരു ഈ സാധനം എടുക്കാം. ഇപ്പൊ പോക്കി കളിക്കുന്നോണ്ടാന്നൊന്നും അറിയില്ല. വേമേ പരസ്യമെല്ലാം വരുന്നുണ്ട്. ഡ്രിഫ്റ്റ് 3D ഡ്രിഫ്റ്റാണ്. ഇഞ്ഞു പോകും ഗൈസ്. അത്രക്കും പവറിലാന്ന് തോന്നുന്നത്. കോസ്റ്റ്യൂം ഓർക്കാറ് അതെന്തല്ല എന്താ ഈ ഒരു വളവ് നിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങ എത്ര ശ്രമിച്ചാലും നിൽക്കൂല. അങ്ങനത്തെ ഒരു സാധനമാണ് ഈ വളവ്. കണ്ട പോന്ന പോക്ക്. നമുക്കൊരു അടുത്ത നെക്സ്റ്റ് മാപ്പ് എടുക്കാം. ഒരു പുതിയ മാപ്പ് എടുത്തിട്ടുണ്ട്. പുതിയ മാപ്പ് എടുത്തിട്ടുണ്ട്. ഈ കാറിനെ മതി. ഈ കാറിന്റെ സ്പീഡിങ് കാണാത്തതാണ്. ഈ കാറിന്റെ സ്പീഡ് നോക്കിയ അയ്യോ. റിപ്പയർ ചെയ്യാം. ഇല്ലില്ല ചെയ്യണ്ട. എന്തോ വായത്തിനായി ഞെക്കീനി. ഈ കാറ് പറക്കോ നോക്കട്ടെ. ഇത് BMW M3 അല്ലേ? M3 അല്ല, ഏതൊരു സാധനമാണ്. ഇത് M3 ഒന്നല്ല, ഏതോ സാധനമാണ്. എനിക്കൊന്നും പേരറിയുന്നവർ കമന്റ് ചെയ്യുക. ഈ കാറിന്റെ പേരറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. കാറ്